നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് UDF സ്ഥാനാർത്ഥിയായ CMPയിലെ CP ജോണാണ്. വിജയസാധ്യത എത്രത്തോളം ഉണ്ട്? 100%. പൊതുവെ ഈ മണ്ഡലത്തെ കുറിച്ച് അത്യാവശ്യം ധാരണയുള്ള ഒരാൾ എന്ന നിലയിൽ എങ്ങനെയായിരിക്കും ഇനിയുള്ള പ്രചാരണ പരിപാടികളൊക്കെ? ഇനിയുള്ള പ്രചരണ പരിപാടികൾ ഇപ്പം നമ്മുടെ തെരഞ്ഞെടുപ്പ് സംഘടനയിലേക്ക് നമ്മൾ പോവുകയാണല്ലോ. ആകെയുള്ളൊരു പ്രശ്നം 9-ാം തീയതി ഇത്രയും ചുരുങ്ങിയൊരു സമയം ആവുമെന്ന് കരുതിയില്ല. പക്ഷേ അതെല്ലാ സ്ഥാനാർത്ഥികൾക്കും ഒരുപോലെ ബാധകമായതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. മാത്രമല്ല മറ്റ് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ വരുന്നേക്കാൾ മുമ്പ് തന്നെ UDF ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം രംഗത്തുണ്ട്. ശക്തമായൊരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യതയാണുള്ളത്. എങ്കിൽ പോലും NDA ആണോ LDF ആണോ പ്രധാന ശത്രു? NDAയുടെ കാൻഡിഡേറ്റ് വന്നിട്ടില്ല. ആരാണ് കാൻഡിഡേറ്റ് എന്നുള്ളത് വ്യക്തമായി 3 സ്ഥാനാർത്ഥികളും അണിനിരന്നതിന് ശേഷമേ നമുക്കത് പറയാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ ആൻ്റണി രാജുവിന് ഉണ്ടായിട്ടുള്ള ഒരു അപകടം ഉണ്ടല്ലോ, കോടതിയിൽ കൂടെ വന്നതാണ്. അപ്പോൾ അത് അവരെ നല്ല രീതിയിൽ പുറകോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതേസമയം LDFൻ്റെ എതിരാളിയായിട്ട് ഞങ്ങൾ തന്നെയാണുള്ളത്. NDAയുടെ എതിരാളി ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വിജയസാധ്യതയുണ്ട്. ഞങ്ങളുടെ എതിരാളികൾ ഞങ്ങളുടെ പുറകിലാണ്. അത് അവരിൽ ആരാണ് മുന്നിൽ എന്നുള്ളത് ഇപ്പോൾ നമുക്ക് 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ ബഹുദൂരം അവരെക്കാളും മുന്നിലാണ്. ഓൾ ദി ബെസ്റ്റ്. എന്തായാലും LDFൻ്റെയും NDAയുടെയും സ്ഥാനാർത്ഥികൾ എത്തിയതിന് ശേഷം ആരാണ് പ്രധാന എതിരാളി എന്നുള്ള കാര്യം പറയുക എന്ന് തന്നെയാണ് CP ജോൺ പറയുന്നത്. ക്യാമറാമാൻ ഷൈജു ചാവശ്ശേരിക്കൊപ്പം S വിനേഷ് കുമാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.